ഹലോ ജെഇ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഡിസ്കഷൻസും നമ്മുടെ ചാനലിൽ വരാറുണ്ട്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാനും ഇർഷാദ് സാറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് മാത്രമല്ല, നമുക്കറിയാം ജെഇ മെയിനിലെ എക്സാമിൽ ബിടെക്കിലേക്കുള്ള പേപ്പർ 1 കുറിച്ച് ഒരുപാട് ഗൈഡൻസ് നമുക്ക് എല്ലായിടത്തും നിന്ന് കിട്ടാറുണ്ട്. പക്ഷേ അതിൽ തന്നെ പേപ്പർ 2 എന്ന് പറയുന്ന ഒരു എക്സാമും കൂടെ വരുന്നുണ്ട്. അത് തന്നെ അഗൈൻ പേപ്പർ 2A 2B എന്ന് പറയുന്ന 2 എക്സാമിനേഷൻസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഇത് ആരൊക്കെ ശരിക്കും ഇതിൽ എഴുതണം, അല്ലെങ്കിൽ ഏതൊക്കെ ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കുട്ടികളാണ് ഇത് ടാർഗറ്റ് ചെയ്യേണ്ടത്, ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ എന്താണ്, ഈ എക്സാമിലൂടെ കിട്ടാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പേപ്പർ 2 ജെഇ മെയിൻ പേപ്പർ 2 എന്താണെന്നോ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാനുള്ള താല്പര്യമുള്ള ആളുകൾ ഡെഫിനറ്റ്ലി മുഴുവനായിട്ടും കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. അല്ല, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എന്താണ് ശരിക്കും പേപ്പർ 2? പേപ്പർ 1 നിന്നും എന്താണ് അതിന്റെ ഡിഫറൻസ്? എന്താണ് നമ്മുടെ പേപ്പർ 2 ബി ആർക്കിലേക്കും അല്ലെങ്കിൽ ബി പ്ലാനിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയുള്ള ജിയുടെ പേപ്പറാണ് പേപ്പർ 2A ആൻഡ് പേപ്പർ 2B. പണ്ടൊക്കെ അത് ഉണ്ടായിരുന്നില്ല. പേപ്പർ 2B ആർക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പേപ്പർ 2 വെച്ചായിരുന്നു ബി പ്ലാനിലോട്ടുള്ള അഡ്മിഷനും നടത്തിയിരുന്നത്. കുറച്ച് 2 വർഷങ്ങളായി പേപ്പർ 2A 2B എന്ന് സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. പേപ്പർ 1 നമുക്കറിയാം, ഓൾറെഡി അറിയാം, ബിടെക്കിലേക്കുള്ള അഡ്മിഷൻസ് ആണ് പേപ്പർ 1 വഴി ഉണ്ടായിരിക്കുക. അപ്പൊ പേപ്പർ 2A 2B, അപ്പൊ ടോട്ടൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡിഫറെന്റ് എക്സാമിനേഷൻസ് ജെഇ മെയിനിൽ ആക്ച്വലി നടക്കുന്നുണ്ട്. 3 അല്ല 2.5 വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അതില് 2A 2B പാർഷ്യലി സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് കുറച്ചുകൂടി വ്യത്യാസം വരുന്നത്. അപ്പോൾ പേപ്പർ 1 നമുക്ക് അറിയുന്ന പോലെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബേസ് ചെയ്തുകൊണ്ട് 75 ക്വസ്റ്റ്യൻസ് ഉള്ള ബിടെക്കിന് വേണ്ടിയിട്ടുള്ള പേപ്പറാണ്. ടോട്ടൽ 300 മാർക്കിൽ. എന്നാൽ ഈ മാർക്കിന്റെ സ്കീമിൽ അടക്കം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പേപ്പർ 2ലേക്ക് വരുന്ന സമയത്ത് വ്യത്യാസമുണ്ട്. റൈറ്റ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ 2 എക്സാമുകളുടെയും സ്കീം ഒന്ന് ഡിസ്കസ് ചെയ്യാം. പേപ്പർ 2A-ലുള്ളത് 3 പാർട്ട്, 3 സബ്ജക്റ്റുകളാണെന്ന് നമുക്ക് പറയാം. ഒന്ന് മാത്തമാറ്റിക്സ് ആണ്, രണ്ടാമത്തത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, മൂന്നാമത്തത് ഡ്രോയിങ് ടെസ്റ്റ്. അപ്പോൾ എന്താണ് ഇത് 3 തമ്മിലുള്ള ഡിഫറൻസ്? മാത്സ് നമ്മുടെ ജെയുടെ എക്സാക്ട്ലി സെയിം സിലബസ് ആണ്, പക്ഷെ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി കുറച്ചുകൂടി കുറവായിരിക്കും. പക്ഷെ നമ്മൾ കീമോ പോലത്തെ എക്സാമായി കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. അതേപോലെ തന്നെ ആർക്കിടെക്ചറിന്റെ നാട്ട പരീക്ഷയായി കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും കുറച്ച് കൂടുതലാണ്. സോ സിലബസ് എൻഡ് തന്നെ നമ്മുടെ ജെഇ മെയിന്റെ സെയിം സിലബസും സെയിം സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് തന്നെയാണ്. ആൻഡ് വൺ മോർ തിങ്, സെയിം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും കൂടിയാണ്. സെയിം 25 ക്വസ്റ്റ്യൻസ് തന്നെയാണ് മാത്സിൽ. അതായത് 20 ഒബ്ജക്റ്റീവും 5 ഇന്റിജർ ടൈപ്പും ഔട്ട് ഓഫ് 100 ആണ്. ആൻഡ് പ്ലാനിങ് ആണെങ്കിലും ആർക്കിടെക്ചർ ആണെങ്കിലും സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് എല്ലാവർക്കും എഴുതാനുള്ളത്. അപ്പം നമ്മുടെ പേപ്പർ 2A ബി ആർക്കിലേക്കുള്ള പേപ്പറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട് 2 ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് MCQs ആയിട്ട് തന്നെയാണ്. ആൻഡ് വേറെ കാര്യം കോമൺ ആയിട്ട് പറയാനുള്ളത്, ഇതെല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ തന്നെയാണ്. നമ്മുടെ ജെഇ മെയിൻ നടക്കുന്നതിന്റെ ആ പാരലി തന്നെ ഡിഫറെന്റ് ഷിഫ്റ്റുകളിലായിട്ടാണ് ഈ എക്സാം നടക്കുക. ജനുവരിയിലും ഏപ്രിലും നടക്കുന്നുണ്ട്. ഒരു വർഷം 2 പ്രാവശ്യം നടക്കുന്നുണ്ട്. അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് പാർട്ട് 2. പാർട്ട് 3 ഡ്രോയിങ് ടെസ്റ്റ് ആണ്. അപ്പൊ 1 and 2 മാത്സും ആപ്റ്റിറ്റ്യൂഡും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, MCQs ആണ്. പാർട്ട് 3 ഡ്രോയിങ് ടെസ്റ്റോ? ഡ്രോയിങ് ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരിക്കലും അല്ല. നമ്മുടെ ഒരു A4 ഷീറ്റ് പേപ്പറിലാണ് എഴുതുക. പക്ഷെ നമ്മുടെ അതേ എക്സാമിനേഷനുള്ള അതേ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്ന് തന്നെയാണ് ഈ ഒരു ഡ്രോയിങ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതാൻ കയറിയിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യും, ഒരു പേപ്പറും തരും, പെന്നും തരും, ഡ്രോയിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഡ്രോയിങ്ങിന്റെ ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകണം എന്ന് എസ്പെഷ്യലി നോട്ടിഫിക്കേഷനിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് 2A. ഇനി 2B-ലേക്ക് വരികയാണെങ്കിൽ ബി പ്ലാനിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസിന് വേണ്ടിയിട്ടാണ് ബി പ്ലാനിംഗ് 2B എന്ന് പറയുന്ന എക്സാം നടത്തുന്നത്. അതിലും പാർട്ട് 1, 2, 3 ഉണ്ട്. പാർട്ട് 1 മാത്തമാറ്റിക്സ് ആണ്, MCQs സെയിം പേപ്പർ തന്നെ. പാർട്ട് 2 ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതും നമ്മുടെ ബി ആർക്കിന്റെ പേപ്പറിലുള്ള അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉണ്ടായിരിക്കുക. ആൻഡ് പാർട്ട് 3 പ്ലാനിംഗ് ബേസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഡ്രോയിങ് പ്ലാനിംഗ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അവിടെ പേപ്പറിൽ നമ്മൾ ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത് എന്താണ്, MCQs തന്നെയാണ്. അപ്പൊ ഇത് ത്രൂ ഔട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പൊ പേപ്പർ 2B എന്ന് പറയുന്നത് ത്രൂ ഔട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. പേപ്പർ 2A മാത്രമാണ് എന്തുണ്ടായിരിക്കാം, ആക്ച്വലി ഒരു പെൻ ആൻഡ് പേപ്പർ മോഡിൽ നമുക്ക് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. പാറ്റേണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബിടെക് പേപ്പറിന്റെ പേപ്പർ 1 പാറ്റേൺ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇനി പേപ്പർ 2 പാറ്റേണിലേക്ക് പോകുമ്പോഴാണ് ഈ പറയുന്ന ഡിഫറൻസസ് ഉണ്ടായിരിക്കാം, അല്ലെ? ഇപ്പൊ 2A കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2A നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കാം? മാത്സിൽ 25 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറഞ്ഞു. 100 മാർക്കാണ്. 100 മാർക്സ്. പിന്നെ അതേപോലെ ആപ്റ്റിറ്റ്യൂഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് 50 ക്വസ്റ്റ്യൻസ്. അപ്പൊ പാർട്ട് 2 ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 50 ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതിലും 200 മാർക്ക് ടോട്ടൽ വരിക, +4 പകുതി വെയിറ്റേജോളം ആപ്റ്റിറ്റ്യൂഡിനാണ് ആക്ച്വലി. യെസ്. ഇനി പാർട്ട് 3 ഡ്രോയിങ് ടെസ്റ്റ്.
ഡ്രോയിങ് ടെസ്റ്റ് 2 ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻസ് അതിന് 100 മാർക്കാണ് അല്ലെ, ടോട്ടൽ 100 മാർക്ക്. അപ്പൊ 400 മാർക്കിലാണ് നമ്മുടെ പേപ്പർ 2A എന്ന് പറയുന്ന എക്സാം ഉണ്ടായിരിക്കും. ഡ്രോയിങ്ങിൽ ഒരു കൺഫ്യൂഷൻ കുറെ പേര് ചോദിക്കുന്നുണ്ട്, സാർ എത്ര വരയ്ക്കാൻ അറിയെങ്കിലാണ് ഡ്രോയിങ് എഴുതണ്ടേ, അതിനൊരു പ്രോപ്പർ മെട്രിക്സ് അറിയില്ല. അതായത് ഡ്രോയിങ്ങിന് ഒരു നെഗറ്റീവ് മാർക്ക് ഉണ്ടോ ഇല്ലേ, എങ്ങനെയാണ് ഇവർ ഇവാലുവേറ്റ് ചെയ്യാൻ പോണേ ഒന്നും അറിയില്ല. പക്ഷെ ബേസിക് ആയ നല്ലൊരു ഡ്രോയിങ് അറിഞ്ഞിരിക്കണം. യെസ്, അപ്പൊ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് വേണം. നമുക്ക് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അതിൽ നമുക്ക് ഒരുപാട് ബിൽഡിങ്ങുകളുടെയും വീടുകളുടെയും എന്ത് ചെയ്യാനുണ്ടാവും, പ്ലാൻ വരയ്ക്കാനുണ്ടാകും. അപ്പൊ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കുട്ടികൾ, ക്രിയേറ്റീവ് ആയിട്ട് ആ ഒരു സൈഡിലുള്ള ആളുകൾക്കാണ് ഈ ഒരു കോഴ്സും എക്സാമും സ്യൂട്ടബിൾ ആവുക. ഡ്രോയിങ്ങിന്റെ ക്വസ്റ്റ്യൻ ഇതുപോലെയാണ് ഉണ്ടാവുക. അവരൊരു സിനാറിയോ തരും, ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിച്ച് അതനുസരിച്ച് വരക്കണം. വരക്കാൻ ഒരുപാട് സമയമില്ല. ആ 3 മണിക്കൂറിൽ നമ്മൾ ആപ്റ്റിറ്റ്യൂഡിന് 50 ക്വസ്റ്റ്യൻ തീർക്കണം, മാത്സിന് 25 തീർക്കണം, അതിന്റെ കൂടെ 2 ഡ്രോയിങ്ങും കൂടി ചെയ്യണം. ഇനി പാർട്ട് 2 പേപ്പർ 2B വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ പാർട്ട് 1 മാത്തമാറ്റിക്സ് 25 ക്വസ്റ്റ്യൻസ് 100 മാർക്ക് തന്നെയാണ്. പാർട്ട് 2 ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 50 ക്വസ്റ്റ്യൻ 200 മാർക്ക്. പാർട്ട് 3 പ്ലാനിംഗ് സെക്ഷനിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് 25 ക്വസ്റ്റ്യൻസിന് 100 മാർക്ക്. ഇവർക്ക് ഉണ്ടാവുന്ന ഒരു സംശയം സിലബസ് എന്തായിരിക്കും, ആ സിലബസ് നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് 400 മാർക്കിന്റെ എക്സാം തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മുടെ 2A ടോട്ടൽ 77 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. 2B വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മളെല്ലാം കൂടെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായില്ല. 50 + 25 + 25 100 ക്വസ്റ്റ്യൻസോളം ഉണ്ടായിരിക്കും. 100 ക്വസ്റ്റ്യൻസ് 400 മാർക്കാണ്. ഇനി എക്സാമിന്റെ ടൈമിലേക്ക് വരികയാണ്. അപ്പം MCQസിനും ന്യൂമറിക്കൽ വാല്യൂസിനും ഒക്കെ എന്തുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ആകെ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് അപ്പൊ ഏതിന് മാത്രമാണ്, നമ്മുടെ ഡ്രോയിങ് പെൻ ആൻഡ് പേപ്പറിന് മാത്രമാണ്. പേപ്പർ 1 നമുക്കറിയാം 3 മണിക്കൂറിന്റെ എക്സാം ആണ്. അതുപോലെ തന്നെ പേപ്പർ 2B 2A എന്ന് പറയുന്നതൊക്കെ 3 മണിക്കൂറിന്റെ എക്സാം ആണ്. ഇൻ കേസ് ഒരു കുട്ടിക്ക് ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, പേപ്പർ 1 ബിടെക്കും അപ്ലൈ ചെയ്യാം, അതിന്റെ കൂടെ പേപ്പർ 2B ആയ ആർക്കിടെക്ചർ അപ്ലൈ ചെയ്യാം. ചില ആൾക്കാർ ഇങ്ങനെയും ചെയ്യും, പേപ്പർ 1 ബിടെക്കും ചെയ്യും, ബി ആർക്കും ചെയ്യും, ബി പ്ലാനും ചെയ്യും. 3 ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതല്ലെങ്കിൽ ബിടെക് ചെയ്യൂല, ബി പ്ലാനും ആർക്കും മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ 3 കാറ്റഗറി ഓഫ് എക്സാംസ് ഉണ്ട്. ഒരാള് ബിടെക് മാത്രം അപ്ലൈ ആണെങ്കിൽ നമുക്കറിയാം 3 hours എക്സാം ആണ്. ഇനി ബിടെക്കും ബി ആർക്കും അപ്ലൈ ആണെങ്കിൽ അത് വേറൊരു ദിവസം 3 hours എക്സാം, വേറൊരു ദിവസം 3 hour എക്സാം. ഇനി ചില ആൾക്കാർ ബിടെക്കും ബി ആർക്കും ബി പ്ലാനും അപ്ലൈ ആണെങ്കിൽ 3നും അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിടെക് ഒരു 3 hour ഷിഫ്റ്റിൽ നടക്കും, ഒരു വേറെ ദിവസം നടക്കും. പിന്നെ ബി ആർക്കും ബി പ്ലാനും 3.5 hour ഷിഫ്റ്റിൽ ഒരു സിംഗിൾ എക്സാം ആയിട്ടാണ് നടക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബി പ്ലാനിങ്, ബി ആർക്ക് ഈ 2 എക്സാമും ഒരുമിച്ച് അപ്ലൈ ചെയ്യാം. 3.5 മണിക്കൂറാണ് ടോട്ടൽ ഉണ്ടായിരിക്കുക. സോ ബേസിക്കലി മാത്തമാറ്റിക്സും ആപ്റ്റിറ്റ്യൂഡും 2ലും കോമൺ ആണ്. അത് കഴിഞ്ഞിട്ട് ഡ്രോയിങ് ടെസ്റ്റ് ഉണ്ടാകും. പിന്നെ നമ്മൾ പറഞ്ഞ പ്ലാനിങ്ങിന്റെ ടെസ്റ്റും കൂടെ അതിന്റെ കൂടെ എഴുതിയാൽ മതി, അഡീഷൻ ആയിട്ട് എഴുതിയാൽ മതി. അപ്പൊ ആകെ 3.5 മണിക്കൂർ കൊണ്ട് നമുക്ക് 2 എക്സാം എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇനി കുട്ടികളുടെ സംശയം, ഇപ്പൊ ഒരു +1 +2 മിക്ക ആളുകളും ഫിസിക്സും കെമിസ്ട്രി മാത്സും ഒക്കെ പഠിച്ചിട്ട് JEE മെയിന് തയ്യാറെടുക്കുന്ന ആളുകളാണ്, ബിടെക് പേപ്പറിന് തയ്യാറെടുക്കുന്നവരാണ്. വേറൊരു കാര്യം എനിക്ക് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, JEE ഒരാൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ചിരിക്കണം +2. പക്ഷെ ഇവര് മാത്സ് മാത്രം പഠിച്ചാൽ മതി, നിർബന്ധമായിട്ട് മാത്സ് എടുത്താൽ മതി എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. അപ്പൊ ഇൻ കേസ് നിങ്ങൾ +1 +2 ഫിസിക്സും കെമിസ്ട്രിയും എടുക്കാതെ മറ്റ് സബ്ജക്റ്റുകളൊക്കെ എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ബി പ്ലാനിങ്ങും ബി ആർക്കും എഴുതാവുന്നതാണ്. മാത്തമാറ്റിക്സ് നിർബന്ധമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇനി നമ്മൾ സിലബസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2025 ഏറ്റവും ലേറ്റസ്റ്റ് സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പേപ്പർ 1 സിലബസ് എല്ലാവർക്കും അറിയാം അല്ല, ഓൾറെഡി നമ്മൾ എല്ലാവരും ഡിസ്കസ് ചെയ്തതാണ്. പേപ്പർ 2 വരുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുടെ സിലബസ് അറിയണം. മാത്തമാറ്റിക്സ്, ആപ്റ്റിറ്റ്യൂഡ്, ഡ്രോയിങ്, അതുപോലെ പ്ലാനിങ്. മാത്സിന്റെ സിലബസിൽ എന്തെങ്കിലും കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ സിലബസ് സെയിം ആണ്, നമ്മുടെ ബിടെക്കിന്റെ സെയിം സിലബസ് ആണ്. +1 +2 മാത്സ് മുഴുവനായിട്ടുണ്ട്. +1 +2 മാത്സ് മുഴുവനായിട്ട് എൻട്രൻസ് ലെവൽ JEE ലെവലിൽ തന്നെയുണ്ട് പഠിക്കണം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിടെക്കിന് പറയണ സെയിം ചാപ്റ്റേഴ്സ് തന്നെ. കാരണം 3 മണിക്കൂർ ഒരാൾ ഫോക്കസ് ചെയ്ത് വരക്കുന്ന ഒരാൾക്ക് ഇവിടെ വന്ന് ഒരു കാൽക്കുലസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അത്യാവശ്യം സമയം എടുക്കും. സോ ഇഫ് യു ആർ ഗുഡ് അറ്റ് കാൽക്കുലസ് ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറയാവുന്ന ചാപ്റ്റേഴ്സ് ഇതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ്, സീക്വൻസ് ആൻഡ് സീരീസ്, ബൈനോമിയൽ തിയറം, മെട്രിസസ്, ഡിറ്റർമിനന്റ്, വെക്ടേഴ്സ് 3D. ഇത്രയും ചാപ്റ്റേഴ്സ് ചെയ്താൽ തന്നെ ഒരു 30 മാർക്സ് കിട്ടും. 30 മാർക്സ് കിട്ടുന്ന ആൾക്കാർക്കൊക്കെ 99ന്റെ മേളിൽ പെർസെന്റേജ് കിട്ടാറുണ്ട് ബി ആർക്ക് പേപ്പറിൽ. ഓക്കെ, അപ്പൊ ബി ആർക്ക് പേപ്പർ ഒരിക്കലും എന്തല്ല നമ്മളെ ബിടെക് പോലെ അത്രയും മേ ബി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള അല്ല എന്ന് പറയാം. ഇനി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് വരുമ്പോൾ അതിന്റെ സിലബസും നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ബേസിക് ലോജിക്കൽ എബിലിറ്റി, തിങ്കിങ് എബിലിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അത് ശരിക്ക് ഈ പറയുന്ന +2 കഴിയണമെന്നില്ല, ചെറിയ ക്ലാസ്സിൽ തന്നെ ഒരുപാട് സ്കോളർഷിപ്പ് എക്സാംസിലൊക്കെ മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന റീസണിംഗ് സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ എക്സാം നമ്മൾ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. ടൈപ്പ് ഓഫ് മെന്റൽ എബിലിറ്റി ഉണ്ട്, പക്ഷേ ഇവിടെ ഇവർ ടെസ്റ്റ് ചെയ്യുന്നത് കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് 2 യൂണിറ്റ് ആയിട്ടാണ് സിലബസ് പറഞ്ഞിട്ടുള്ളത്. ഈ സെയിം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തന്നെയാണ് 2A 2B ഉള്ളത്. പ്ലാനിങ്ങിനുള്ളത് തന്നെയാണ്. അപ്പൊ അവയർനെസ് ഓഫ് പേഴ്സൺസ്, ബിൽഡിംഗ്സ്, മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഒബ്ജക്ട്സ്, ടെക്സ്ചർ റിലേറ്റഡ് ടു ആർക്കിടെക്ചർ ആൻഡ് ബിൽഡ് എൻവയോൺമെന്റ്, വിഷ്വലൈസിംഗ് 3D ഒബ്ജക്ട്,
ഫ്രം 2D ഡ്രോയിങ്സ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ചും കൂടെ ഒരു വിഷ്വലൈസേഷനും നമ്മുടെ ഒരു സ്പേഷ്യൽ അവയർനെസ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഗ്രാഫിക്കൽ സ്കില്ലൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ജനറേഷൻ ഓഫ് പ്ലാൻ, എലവേഷൻസ്, 3D വ്യൂ ഓഫ് ഒബ്ജക്ട്, പെർസ്പെക്റ്റീവ്. അപ്പൊ അത് നന്നായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ ഇതിലുണ്ടായിരിക്കുക. ആ ഒരു 3 ഡയമെൻഷണൽ പെർസെപ്ഷൻ നന്നായിട്ട് എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് കൃത്യമായിട്ട് കുറെ കാലം കൊണ്ട് കിട്ടുന്ന ഒരു സ്കില്ലാണ്. അത് പ്രത്യേകിച്ച് ഒരു ക്രാഷ് കൊണ്ടൊന്നും കിട്ടൂല. ക്രാഷ് കൊണ്ട് പിന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. ബാക്കിയുള്ള നമ്മുടെ ഉള്ളിൽ തന്നെ കഴിഞ്ഞ 10-12 വർഷമായിട്ട് നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് സ്കിൽസ് ആണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലുള്ളത്. ഇനി നമുക്ക് ഡ്രോയിങ് ടെസ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പെൻ ആൻഡ് പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടായിരിക്കുക. അതിൽ സ്കെച്ചിങ് ഓഫ് സീൻസ് ആൻഡ് ആക്ടിവിറ്റീസ് ഫ്രം മെമ്മറി ഓഫ് അർബൻ സ്കേപ്പ്, അല്ലെ പബ്ലിക് സ്പേസ്, മാർക്കറ്റ്, ഫെസ്റ്റിവൽസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളാണ് ഡ്രോയിങ് ഉണ്ടാവുക. സിനാറിയോ തരും, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് സിനാറിയോ തരും. അവിടെ ഒരു കച്ചവടക്കാരനുണ്ട്, അത് കാണാൻ വാങ്ങാൻ പോയ ഒരാൾക്ക് ഏത് പെർസ്പെക്റ്റീവിലായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം ഉണ്ടാവും, അവിടെ ഒരു ഫാക്കൽറ്റി ക്ലാസ് എടുക്കുന്നുണ്ട്, അത് വിൻഡോന്റെ പുറത്തിലൂടെ ഒരാൾ കാണുന്നുണ്ട്, ആ ഒരാൾക്ക് അത് എങ്ങനെയായിരിക്കും കാണാം. ടൈപ്പ് ഓഫ് ചിത്രമാണ് വരയ്ക്കാനുണ്ടായിരിക്കുക. അല്ലാതെ ഡയറക്റ്റ് ഒരു ചിത്രം പറയൂല, വേറൊരാളുടെ പെർസ്പെക്റ്റീവിൽ അത് കാണാൻ എങ്ങനെ ഉണ്ടാവും, ഒരു സിറ്റുവേഷൻ മറ്റൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാകും എന്നുള്ള 2 ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഉണ്ടാവുക. ഓക്കെ. ആൻഡ് നേരത്തെ ഇർഷാദ് സാർ പറഞ്ഞ പോലെ തന്നെ ടു ബി കണ്ടക്ടഡ് ഇൻ എ ഡ്രോയിങ് ഷീറ്റ്, അവിടെ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു ബ്രിങ് പെൻസിൽസ് ഓൺ ജിയോമെട്രി ബോക്സ് സെറ്റ്, അതുപോലെ തന്നെ കളർ പെൻസിൽസ്, ക്രയോൺസ് ഒക്കെ എന്ത് ചെയ്യണം, സ്റ്റുഡൻസ് തന്നെ കൊണ്ടുവരണം എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 2B പോവാണ്. പേപ്പർ 2Bയുടെ സിലബസ് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബി പ്ലാനിങ്, റൈറ്റ്. ബി പ്ലാനിങ്ങിലേക്ക് പാർട്ട് 1 മാത്തമാറ്റിക്സ് ആണ്. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? സെയിം സിലബസ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പാർട്ട് 2 എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഇതിലേക്ക് വരുന്ന സമയത്തും സെയിം സിലബസ് ആണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ 3 ഡയമെൻഷനൽ പെർസെപ്ഷനും അങ്ങനത്തെ പ്രൊജക്ഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് നോക്കുക. ആൻഡ് ബേസിക് ആയിട്ടുള്ള ഒരു അനലിറ്റിക്കൽ റീസണിങ്, മെന്റൽ എബിലിറ്റി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട് കൂടെ മനസ്സിലാക്കുക. പിന്നെ പാർട്ട് 3 പ്ലാനിങ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു പേപ്പർ. ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് ഇവിടുത്തെ സിലബസ്. ഇതിലും അവരെ സിലബസ് കൊടുത്തിട്ടുള്ളത് 3 യൂണിറ്റ് ആയിട്ടാണ്. യൂണിറ്റ് 1 ജനറൽ അവയർനെസ്, അതിൽ GK ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ, ജനറൽ നോളജ് അബൌട്ട് പ്രോമിനന്റ് സിറ്റീസ്, ഡെവലപ്മെന്റ് ഇഷ്യൂസ്, ഗവൺമെന്റ് പ്രോഗ്രാംസ്, ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. യൂണിറ്റ് 2 സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസ് നമ്മൾ +1 +2 പഠിക്കുന്നില്ല. അപ്പോ സത്യം പറഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് എടുത്തൊരാൾക്ക് പക്ഷെ എന്തുണ്ടാവില്ല, മാത്തമാറ്റിക്സ് അറിയുന്നുണ്ടാവുന്ന ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. കേരളത്തിലില്ല, പക്ഷെ വേറെ സ്റ്റേറ്റിൽ അങ്ങനെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. മാത്തമാറ്റിക്സ് ഉണ്ട്, പ്ലസ് ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് പഠിച്ച ഒരാൾക്ക് പ്ലാനിങ് നന്നായിട്ട് മേ ബി എഴുതാൻ പറ്റും. അപ്പൊ സോഷ്യൽ സയൻസിൽ ഐഡിയ ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ, പ്രീ മോഡേൺ വേൾഡ്, 19th സെഞ്ചുറി, ഗ്ലോബൽ ഇക്കോണമി എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് ടോപ്പിക്കുകൾ, അഗ്രികൾച്ചർ, വാട്ടർ, മിനറൽസ്, ഹ്യൂമൻ സെറ്റിൽമെന്റ്സ്, അതുപോലത്തെ കുറെ കാര്യങ്ങൾ കാണുന്നുണ്ട്. അതായത് നമ്മൾ ഒരു 9th ലും 10th ലൊക്കെ പഠിച്ചിട്ടുള്ള SS-ലുള്ള ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ +1 +2 കുട്ടികൾ ഇതിനു വേണ്ടി ഇനി സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? തൽക്കാലം ഒരു 10 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ല. പക്ഷെ അത്യാവശ്യം ഓർമ്മയുള്ള ഒരാൾക്ക് കുറച്ച് മോക്ക് ടെസ്റ്റ് അങ്ങ് എഴുതി നോക്കുക. നമ്മുടെ NTA സൈറ്റിൽ അവൈലബിൾ ആണല്ലോ, അതങ്ങ് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക. 3ാമതൊരു യൂണിറ്റ് കൂടെ ഉണ്ട്, തിങ്കിങ് സ്കിൽസ് ആണ്. അതിൽ കോംപ്രിഹെൻഷൻ, മാപ്പ് റീഡിംഗ് സ്കിൽസ്, സ്കെയിൽ, ഡിസ്റ്റൻസ്, ഡയറക്ഷൻ, ഏരിയ, ക്രിട്ടിക്കൽ റീസണിംഗ് ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ചാർട്ട്, ഗ്രാഫ് തുടങ്ങിയതെല്ലാം ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ ഇതിൽ ടെസ്റ്റ് ചെയ്യപ്പെടും. ബേസിക് കോൺസെപ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ്, ഇതൊക്കെയാണ് നമ്മുടെ പ്ലാനിംഗ് എന്ന് പറയുന്ന എക്സാമിലുള്ള 25 ക്വസ്റ്റ്യനേ ഉള്ളൂ. 50 ക്വസ്റ്റ്യൻ ആപ്റ്റിറ്റ്യൂഡ് ആണ്, 25 ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്സ് ആണ്. സോ ആപ്റ്റിറ്റ്യൂഡിന് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള പേപ്പർ. നന്നായി വരയ്ക്കുന്ന ഒരാൾക്ക് എന്തായാലും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഡ്രോയിങ്ങിന് മാക്സിമം പോയാൽ 100 കിട്ടുള്ളൂ, അത് ഫുള്ളും കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോ 200 മാർക്സ് BRK പേപ്പറിൽ എന്തിനാണ് ആപ്റ്റിറ്റ്യൂഡ് ബാക്കി വരുന്നത്. അപ്പൊ നമ്മൾ JEE മെയിൻ അപ്ലൈ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ ഈ പേപ്പറുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ആർക്കിടെക്ചർ പ്ലാനിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാംസിനോട് താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ തന്നെ എഴുതി നോക്കാവുന്നതാണ്. എന്തായാലും നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പോവുകയാണ്. അപ്പൊ ആ ഒരു വീക്കിൽ ഈ എക്സാം കൂടെ എഴുതിയാൽ നല്ലതാണ്. മാത്രമല്ല മാത്തമാറ്റിക്സിന് മറ്റൊരു പേപ്പറും കൂടെ എഴുതാനുള്ളൊരു അവസരം കൂടെ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. പക്ഷേ ബിടെക്കിന്റെ പേപ്പർ കഴിഞ്ഞ ശേഷമാണ് യൂഷ്വലി ഇത് വരാറുള്ളത്. ഓക്കെ. ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബിടെക് 4 ഇയർ കോഴ്സ് ആണ്, BRK 5 ഇയർ പ്രോഗ്രാം ആണ്. ബിടെക്കും ബി പ്ലാനും 5 ഇയർ പ്രോഗ്രാം ആണെന്നുള്ളത് കൂടെ ഓർത്തണം. ആൻഡ് അപ്പൊ നമ്മൾ എക്സാമിനെ കുറിച്ച് എല്ലാം പറഞ്ഞു, ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. ഇനി ഇപ്പൊ ഓൾറെഡി നമ്മുടെ പേപ്പർ 1 മാത്രം അപ്ലൈ ചെയ്തിട്ടുണ്ട്. പേപ്പർ 2 കൂടി ഇനി അപ്ലൈ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറക്ഷൻ വിൻഡോന്റെ സമയത്ത് പേപ്പർ 2A അല്ലെങ്കിൽ 2B ആഡ് ചെയ്യാം. അപ്പൊ എക്സ്ട്രാ ഫീസ് എന്ത് ചെയ്യേണ്ടി വരും, അടക്കേണ്ടി വരും എന്നുള്ളത് നോട്ട് ചെയ്യാം. ഇനി ഇർഷാദ് സാർ മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പം ഈ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് സംശയം ഇതാണ്, ഇനി ഓപ്പർച്യൂണിറ്റീസ് കോളേജുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. കോളേജ് പഠിച്ചു കഴിഞ്ഞ് എക്സാം ക്രാക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ തന്നെ, അതായത് നമ്മുടെ മലയാളികൾക്ക് മാത്രമുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം NIT കാലിക്കറ്റ് NRF റാങ്കിങ്ങിൽ 3rd നിൽക്കുന്നത് ആർക്കിടെക്ചർ റാങ്കിങ്ങിൽ ഓൾ ഇന്ത്യയിൽ 3rd റാങ്ക് ആണ് നമ്മുടെ NIT കാലിക്കറ്റിനുള്ളത്. അപ്പോൾ ദാറ്റ് മീൻസ്
തേർഡ് റാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ IIT-നേക്കാളും ഒരുപാട് മേളിലാണ്. സോ നിങ്ങൾക്ക് NIT കാലിക്കറ്റുള്ള ആർക്കിടെക്ചറിന്റെ പകുതി സീറ്റും കേരളത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി റിസർവ് ചെയ്തുള്ളതാണ്. സോ നിങ്ങൾ ഓൾ ഇന്ത്യ ബേസിസിൽ കോമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. NIT കാലിക്കറ്റിൽ ഒരു സീറ്റ് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതുപോലെ ഇനിയിപ്പോൾ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാം വെച്ചിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു NITസിലും മറ്റ് NITസിലൊക്കെ ഇതുപോലെ തന്നെ ബി പ്ലാനിങ്ങും ബി ആർക്കിടെക്ചർ കോഴ്സുകളുണ്ട്. നമ്മുടെ NIT കാലിക്കറ്റിൽ BArch മാത്രമേ ഉള്ളൂ, ബി പ്ലാനിങ് ഇല്ല. ഓക്കെ, അപ്പൊ ഇതാണ് അതിലുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഈവൻ നമ്മളിപ്പം സംസാരിക്കുന്നതെല്ലാം കേരളത്തിലുള്ള കുട്ടികളോടാണ്. അപ്പൊ ഇന്ത്യയിലെ തന്നെ നമ്പർ 3 BArchൽ തേർഡ് റാങ്കുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ സംസ്ഥാനത്ത്. ഇവിടുത്തെ വേറൊരു കാര്യം ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സർ ആർക്കിടെക്ചർ IITസിൽ ഇല്ലേ? അവിടെ ഉണ്ട്. പക്ഷെ അവർ ചെയ്യേണ്ട കാര്യം JEE പേപ്പർ 1 എഴുതണം, അത് ക്വാളിഫൈ ആവണം. പേപ്പർ 2 എഴുതണം, അതും ക്വാളിഫൈ ആവണം. എന്നിട്ട് JEE അഡ്വാൻസ് എഴുതണം, അതും ക്വാളിഫൈ ആവണം. എന്നിട്ട് വേണം IITയിൽ ആർക്കിടെക്ചറിന് അലോട്ട്മെന്റ് കൊടുക്കാൻ. യെസ്, അതിന് എനിക്ക് തോന്നുന്നു സെപ്പറേറ്റ് ടെസ്റ്റും അവൈലബിൾ ആണ്. ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടും നടത്തുന്നുണ്ട്. അപ്പൊ IITസിലും ആക്ച്വലി എന്തുണ്ട്, ഈ പറഞ്ഞ BArch അത് NIT കാലിക്കറ്റിനേക്കാളും താഴെയാണ് NRF റാങ്കിങ്. പല IITസും താഴെയാണെന്നുള്ളതാണ് സത്യം. സോ നിങ്ങൾക്ക് അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ JEE മെയിൻ ഒക്കെ ക്വാളിഫൈ ചെയ്ത് അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്ത് ആ റൂട്ടിലൂടെ പോകണം. പക്ഷേ ഇത് JEE മെയിൻ വഴി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈവൻ വിത്തൗട്ട് കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെ ഹെൽപ്പ് ഇല്ലാതെ NIT കാലിക്കറ്റിൽ BArch നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പേപ്പർ 2 പറയാനുള്ളത് അല്ലെ. പിന്നെ കുറെ പേർക്കുള്ള സംശയം, സാർ UCDും ഈ പറയുന്ന പേപ്പർ 2 തമ്മിലുള്ള വ്യത്യാസം സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ UCD മാത്രമല്ല, UCD NIFT NITയുടെ DAT എക്സാം ഉണ്ട്, ഇപ്പൊ BArch ബി പ്ലാനിങ് എക്സാമുകൾ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരുപാട് NIFT ഉണ്ട്. അപ്പൊ ഇത്രയും എക്സാമുകൾ ഉണ്ട്. സോ ബേസിക്കലി BArch ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ, ബി പ്ലാൻ ബാച്ചിലർ ഓഫ് പ്ലാനിങ് ആൻഡ് UCD ഉള്ള കോഴ്സ് BDES ആണ്, ബാച്ചിലർ ഓഫ് ഡിസൈനിലേക്കുള്ളതാണ്. NIDയിലും അത് തന്നെയാണുള്ള. NIFTയിൽ BF ടെക് ആണ്, ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി. ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് കോഴ്സ് ആണ്, ഒരു ബന്ധവുമില്ല. ഡിസൈൻ പഠിക്കുന്ന ആളും ആർക്കിടെക്ചർ പഠിക്കുന്ന ആൾക്കാരും കംപ്ലീറ്റ് ഡിഫറെന്റ് തിങ് ആണ് പഠിക്കുന്നത്. അതിന് വേറൊരു കാര്യം ചില ആൾക്കാർക്ക് ഉണ്ടാവും, എനിക്ക് കുറച്ചുകൂടി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യം, ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണോ ഓപ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ BArch ആണോ ഓപ്റ്റ് ചെയ്യേണ്ട? രണ്ടും രണ്ട് ഡിഫറെന്റ് അപ്രോച്ച് ആണ്. സിവിൽ എഞ്ചിനീയറിംഗിന് നിങ്ങൾ BTech പേപ്പർ തന്നെ എഴുതണം, ആർക്കിടെക്ചറിന് ഈ പേപ്പർ തന്നെ എഴുതണം. രണ്ടും ഡിഫറെന്റ് കരിയർ തന്നെയാണ്. അതിന്റെ ഒരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. സോ അത്രയുമാണ് പേപ്പർ 2 ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ താല്പര്യമുള്ള ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാം, എക്സാം എഴുതി നോക്കാം. അഗെയിൻ ഇതിൽ ആ ഡ്രോയിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്താ പറയാ സ്കെച്ചിങ് എന്ന് പറയുന്ന ഒരു ആപ്റ്റിറ്റ്യൂഡ് എന്തായാലും വേണം. പിന്നെ UCD എഴുതുന്ന ആൾക്കാർക്ക് ബി പ്ലാന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചുകൂടി സിമിലർ ആയിരിക്കും, കാരണം ഡ്രോയിങ് ഇല്ല, കുറച്ചും കൂടി സിമിലർ ആണ്. ഓക്കെ, സോ നമുക്ക് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ തോന്നുന്നു. ഇനി നിങ്ങളുടെ സംശയങ്ങൾ ഈ പേപ്പർ 2 ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ടുകളെല്ലാം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റിൽ ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും ആൻസർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സിമിലർ ടോപ്പിക്കുകൾ, ഏതൊക്കെ ടോപ്പിക്കിൽ ഇതുപോലത്തെ ഡിസ്കഷൻസ് വേണമെന്നുള്ളതും എല്ലാവരും സജസ്റ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം നമ്പർ ഓഫ് വീഡിയോസ് പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു.